നമ്മൾ മലയാളികളെ ലോകത്തിന് കാണിച്ചു കൊടുത്ത മനോഹരമായ ഒരു അത്ഭുതമുണ്ട്. ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ ഒരു മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കണമെന്നുള്ള ഒറ്റ ചിന്തയോടുകൂടി ദിവസങ്ങൾ കൊണ്ട് മാത്രം 34 കോടി രൂപ എന്ന് പറയുന്ന വലിയൊരു തുക നിഷ്പ്രയാസം സമാഹരിക്കാൻ സാധിച്ചു. ഒന്നും രണ്ടുമല്ല, 18 വർഷക്കാലമായി സൗദി അറേബ്യയിലെ ജയിലിൽ കഴിയുന്ന അബ്ദുറഹീം എന്ന് പറയുന്ന ഒരു സഹോദരൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു മലയാളികൾ ഒന്നടങ്കം എല്ലാവരും ഒത്തുകൂടിയത്. അങ്ങനെ 18 വർഷത്തെ ആ ഒരു കാത്തിരിപ്പിന് വിരാമമാവുകയാണ്. 18 വർഷത്തോളം തൻ്റെ പ്രിയപ്പെട്ട മകനെ കുറിച്ചോർത്ത് പൊട്ടിക്കരഞ്ഞ് വിഷമത്തോടു കൂടിയിരുന്ന ഫാത്തുമയുമ്മയുടെ ആ കണ്ണീരിന് പകരം മുഖത്ത് പുഞ്ചിരി വരാൻ പോവുകയാണ്. സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ ശിക്ഷ തീരാൻ ഇനി ഒരാഴ്ച മാത്രമാണ് ബാക്കി. സ്പോൺസറുടെ മകന്റെ മരണത്തിൽ കാരണക്കാരനായെന്ന കേസിൽ 20 വർഷത്തെ തടവ് ശിക്ഷയാണ് പൂർത്തിയാകുന്നത്. ഇതോടെ അവസാന സാങ്കേതിക തടസ്സങ്ങൾ കൂടി തീർത്ത് റഹീമിന് അതിവേഗം എത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് നാടും കുടുംബവും. അബ്ദുറഹീമിന്റെ ജയിൽവാസം അവസാനിക്കാൻ പോകുന്നു. അബ്ദുറഹീം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഈ മെയ് മാസത്തിൽ തന്നെ മോചിതനാകുമെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ വരുന്ന പെരുന്നാളിന് മുമ്പ് തന്നെ തൻ്റെ പ്രിയപ്പെട്ട തന്നെക്കുറിച്ച് ഓർത്ത് എന്നും വിങ്ങിപ്പൊട്ടിയ തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ അരികിലേക്ക് അബ്ദുറഹീം എത്തുമെന്ന് നമുക്കെല്ലാവർക്കും പ്രതീക്ഷിക്കാം. നിങ്ങളൊന്ന് ആലോചിക്കണം, 18 വർഷക്കാലം ഒരു മനുഷ്യൻ ജയിലിൽ കഴിയുക എന്നുള്ളത് അത് വല്ലാതെ പ്രയാസമുണ്ടാക്കുന്ന, വല്ലാതെ സങ്കടമുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. 18 വർഷക്കാലം ജയിലിൽ കഴിഞ്ഞ ആ സഹോദരൻ്റെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അതിനേക്കാളും നമ്മെ എല്ലാവരെയും വിഷമിപ്പിക്കുന്നത് ചെറുപ്രായത്തിൽ തൻ്റെ കുടുംബത്തെ പോറ്റാൻ വേണ്ടി, തൻ്റെ പ്രായമായ ഉമ്മയെ നോക്കാൻ വേണ്ടി ചെറുപ്രായത്തിൽ തന്നെ ഗൾഫിലേക്ക് പ്രവാസ ലോകത്തേക്ക് തിരിച്ച ആ അബ്ദുറഹീം എന്ന് പറയുന്ന തൻ്റെ പ്രിയപ്പെട്ട മകനെ കുറിച്ചോർത്ത് ആ 18 വർഷക്കാലം ആ ഉമ്മ ഒഴുക്കിയ കണ്ണീരും വേദനയും എത്രത്തോളമാണ് എന്നുള്ളത് നമുക്കൊരിക്കലും ചിന്തിക്കാൻ പോലും കഴിയില്ല. തൻ്റെ മകനെ രക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും മുമ്പിലേക്ക് ആ ഉമ്മ കണ്ണീരോടുകൂടി വരുന്ന സമയത്ത് മലയാളികൾ ആ ഉമ്മയുടെ കണ്ണീർ, ആ ഫാത്തിമ ഉമ്മയുടെ കണ്ണീർ അവർ കാണാതിരുന്നില്ല. ആ ഉമ്മയെ അവർ കൈവിട്ടില്ല. എല്ലാവരും, എല്ലാ നാനാജാതി മതസ്ഥരും ചേർന്നുകൊണ്ട് ആ ഉമ്മയെ ചേർത്ത് പിടിച്ചു. സേവ് അബ്ദുറഹീം എന്ന് പറയുന്ന ഒരു ആപ്പ് നിർമ്മിക്കുകയും ആപ്പിലൂടെ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ 34 കോടി രൂപ, നമ്മളൊന്ന് ആലോചിക്കേണ്ട വിഷയമാണ്. ഒരു പാവപ്പെട്ട കുടുംബമാണ്. ആ കുടുംബത്തെ സംബന്ധിച്ച് അത്രയും വലിയൊരു തുക കണ്ടെത്തുക എന്നുള്ളത് അതൊരിക്കലും സാധ്യമാകാത്തൊരു കാര്യമാണ്. അത്തരമൊരു സാഹചര്യത്തിലാണ് കേരളത്തിലെ എല്ലാ നാനാജാതി മതസ്ഥരും ദ റിയൽ കേരള സ്റ്റോറി എന്ന് നിഷ്പ്രയാസം നമുക്ക് ഈ സംഭവത്തെ വിശേഷിപ്പിക്കാൻ സാധിക്കും. അത്തരമൊരു സംഭവത്തിലൂടെ, അത്തരമൊരു മനോഹരമായ ഒരു പ്രവർത്തനത്തിലൂടെ ദിവസങ്ങൾക്കുള്ളിൽ ആ വലിയൊരു തുക സമാഹരിക്കുകയാണ്. ആ കുട്ടിയുടെ കുടുംബം അവർ ആവശ്യപ്പെട്ട ബ്ലഡ് മണിയാണ് ഈ പറയപ്പെടുന്ന 34 കോടി രൂപ. അത്തരത്തിൽ സമാഹരിച്ച ആ ഒരു തുക ബ്ലഡ് മണിയായിക്കൊണ്ട് ആ മരണപ്പെട്ട കുട്ടിയുടെ കുടുംബത്തിന് നൽകി. അതിനുശേഷം അബ്ദുറഹീമിൻ്റെ വധശിക്ഷ കോടതി റദ്ദാക്കുകയാണ്. പക്ഷെ അബ്ദുറഹീം ജയിൽ മോചിതനായില്ല. നമുക്കറിയാം, മറ്റു രാജ്യങ്ങളിലെ നിയമങ്ങൾ പോലെയല്ല ഗൾഫ് രാഷ്ട്രങ്ങളിലെ നിയമങ്ങളെന്ന് പറയുന്നത്. അത് വളരെയധികം സങ്കീർണമായ നിയമങ്ങളാണ്. അതിന് ഒരുപാട് നൂലാമാലകളൊക്കെ ഉണ്ട്. പെട്ടെന്ന് അങ്ങനെ എല്ലാം കൊടുത്തതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ ഇറങ്ങി വരാൻ സാധിക്കില്ല. ഈ 34 കോടി രൂപ കൊടുത്തു, അബ്ദുറഹീമിൻ്റെ വധശിക്ഷ റദ്ദാക്കി. പക്ഷേ അബ്ദുറഹീമിൻ്റെ ആ ഒരു വധശിക്ഷ കാലാവധി അത് പൂർത്തിയാക്കണം എന്നുള്ളതായിരുന്നു കോടതിയുടെ ഉത്തരവ്. അങ്ങനെ ആ ശിക്ഷയുടെ കാലാവധി എല്ലാം കഴിഞ്ഞ് ഈ മാസം തന്നെ ദിവസങ്ങൾക്കുള്ളിൽ അബ്ദുറഹീം നാട്ടിലേക്ക് തിരിച്ചെത്തുമെന്നാണ് പറയപ്പെടുന്നത്. വളരെയധികം സന്തോഷം നൽകുന്നൊരു വാർത്തയാണ്. ആ വൈകാരികമായ നിമിഷങ്ങളെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കും. ഏത് നിമിഷവും തൻ്റെ മകനെക്കുറിച്ചോർത്ത് സങ്കടപ്പെട്ട് കണ്ണീരോടുകൂടിയിരുന്ന ആ ഉമ്മ വർഷങ്ങൾക്ക് ശേഷം, 1-2 18 വർഷങ്ങൾക്ക് ശേഷം തൻ്റെ മകനെ കാണുന്ന സമയത്ത്, ആ ചേർത്ത് പിടിക്കുന്ന സമയത്ത് ചുംബിക്കുന്ന നിമിഷങ്ങൾ ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും വലിയ വൈകാരിക നിമിഷങ്ങളിൽ ഒന്നായിരിക്കും. നമുക്കറിയാം, ഒരു മാതാവിൻ്റെ സ്നേഹം, മാതാവിൻ്റെ സ്നേഹത്തോളം വലുത് ഈ ലോകത്തൊന്നും തന്നെയില്ല. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും, ഏത് വിഷമഘട്ടങ്ങളിലും ആരൊക്കെ പിന്തള്ളിയാലും, ആരൊക്കെ തള്ളിയിട്ടാലും അവരെ ചേർത്ത് പിടിക്കുന്നവരാണ് മാതാവ്. അത്തരത്തിൽ തൻ്റെ പ്രിയപ്പെട്ട മകൻ തൻ്റെ അടുത്തേക്ക് വരുന്ന ആ ഒരു നിമിഷം, ആ മാതാവിനുണ്ടാകുന്ന സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. അബ്ദുറഹീമിനെ ജയിലിൽ വെച്ചുകൊണ്ട് ഫാത്തിമ ഉമ്മ ഒരു തവണ കാണുകയുണ്ടായി. പക്ഷെ അന്ന് ഒരുപക്ഷെ ആ ഉമ്മയ്ക്ക് തൻ്റെ മകനെ കെട്ടിപ്പിടിക്കാൻ സാധിച്ചില്ലായിരിക്കാം, ചുംബിക്കാൻ സാധിച്ചില്ലായിരിക്കാം. അന്ന് അബ്ദുറഹീമിനും ഫാത്തിമ ഉമ്മയ്ക്കും തമ്മിൽ ഒരു മറയായി ഒരു ജയിലറ ഉണ്ടായിരിക്കാം. പക്ഷേ ഇതൊന്നുമില്ലാതെ, ഒരു മറയുമില്ലാതെ, ഒരു ജയിലറയുമില്ലാതെ തൻ്റെ മകനെ ചേർത്ത് പിടിക്കുന്ന ആ ഒരു കാഴ്ച ഒരുപക്ഷെ കേരള ജനതയെ സംബന്ധിച്ചിടത്തോളം വല്ലാതെ സന്തോഷമുണ്ടാക്കുന്ന ഒരു കാഴ്ച തന്നെയായിരിക്കും. നോക്കൂ, കേരളത്തിലെ എല്ലാ നാനാജാതി മതസ്ഥർ ചേർന്നുകൊണ്ട് അബ്ദുറഹീമിന് വേണ്ടി ആ പൈസ സമാഹരിക്കുകയും കുട്ടിയുടെ കുടുംബത്തിന് ബ്ലഡ് മണിയായി നൽകിയിട്ടും എന്തുകൊണ്ട് അബ്ദുറഹീമിനെ വിട്ടുകൊടുത്തില്ല
എന്തുകൊണ്ട് അബ്ദുറഹീമിനെ ജയിൽ മോചിതനാക്കുന്നില്ല എന്നുള്ള തരത്തിലൊക്കെ ചില ആളുകളിൽ നിന്നും വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടായി. അത്തരം ആളുകൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടുത്തെ നിയമങ്ങൾ പോലെയല്ല, നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ പോലെയല്ല അവിടുത്തെ നിയമങ്ങൾ. ഞാൻ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ വളരെയധികം സങ്കീർണമായ നിയമങ്ങളാണ്. അതിനൊരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്, ഒരുപാട് നൂലാമാലകളൊക്കെ ഉണ്ട്. അതോടൊപ്പം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, നമുക്കറിയാം ഈ അബ്ദുറഹീമിൻ്റെ വിഷയത്തിൽ നമ്മുടെ നാട്ടിലെ വർഗീയ മനസ്സുള്ള കുറേ എണ്ണം, വർഗീയ ചിന്തയോടുകൂടി ജീവിക്കുന്ന, സദാസമയം വർഗീയതയോടുകൂടി ചിന്തിക്കുന്ന കുറേ എണ്ണം സമൂഹ മാധ്യമങ്ങളിൽ വന്നുകൊണ്ട് ആ കുട്ടി അദ്ദേഹം മനഃപൂർവ്വം കൊലപ്പെടുത്തിയതാണ് എന്നടക്കമുള്ള മറ്റൊരു തരത്തിലേക്കൊക്കെ അതിനെ വ്യാഖ്യാനിച്ചു കൊണ്ടുപോകുന്നൊരു കാഴ്ച കാണാൻ സാധിച്ചു. നമുക്കത് അബ്ദുറഹീമിൻ്റെ പേര്, ആ പേര് വെച്ചുകൊണ്ട് തന്നെയാണ്, അദ്ദേഹം ഒരു മുസ്ലിം ആയതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ അദ്ദേഹത്തിനെതിരെ പലരും നടത്തിയതെന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. പേര് വെച്ചൊരു മുസ്ലിമാണ് എന്നുണ്ടെങ്കിൽ അവനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കുറേ എണ്ണം നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. നഗര നിമിഷപ്രിയ എന്ന് പറയുന്ന സഹോദരി ജോലി ചെയ്യുന്ന യമനിലെ ഒരു സ്വദേശിയെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടുത്തെ യമൻ കോടതി വധശിക്ഷയ്ക്ക് വിധിക്കുകയും ഇതുപോലെ തന്നെ അബ്ദുറഹീമിൻ്റെ വിഷയം പോലെ തന്നെ അത് വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടു. അവസാനം നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കാൻ പോകുന്നു എന്നുള്ള ആ വാർത്ത കേട്ട് അവിടെയും അബ്ദുറഹീമിൻ്റെ വിഷയത്തിൽ ഇടപെട്ടതുപോലെ തന്നെ കേരളത്തിലെ എല്ലാ നാനാജാതി മതസ്ഥർ, പ്രത്യേകിച്ച് ഇന്ന മതക്കാർ അങ്ങനെയൊന്നും തന്നെയില്ല, എല്ലാവരും ഒറ്റക്കെട്ടായി ചേർന്നുകൊണ്ട് എങ്ങനെയെങ്കിലും ആ സഹോദരിയുടെ ജീവൻ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും ഒത്തുകൂടി. അതിൽ നിർണായകമായ ഇടപെടൽ നടത്തിയത് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദായിരുന്നു. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് വിഷയത്തിൽ ഇടപെടുകയും അദ്ദേഹം അവിടെയുള്ള യമനിലെ പണ്ഡിതന്മാരുമായി സംസാരിക്കുകയും ആ പണ്ഡിതന്മാർ അവിടേക്ക് ചെന്നുകൊണ്ട് ഈ കൊല്ലപ്പെട്ട യമനിലെ ആ സഹോദരൻ്റെ അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കുകയും അവസാനം ആ വധശിക്ഷ റദ്ദാക്കിയെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നു. ഇവിടെ അബ്ദുറഹീമിൻ്റെ വിഷയത്തിൽ മതം കലർത്തിയവർ, അവിടെ ഒരു മുസ്ലിമാണെന്ന് കണ്ടുകൊണ്ട് മതവിദ്വേഷവും അതിലും മതം കണ്ടെത്തി വർഗീയതയൊക്കെ പ്രചരിപ്പിച്ചവർ, ഇവിടെ നോക്കൂ, കാന്തപുരം ഉസ്താദ് ഒരു മുസ്ലിമായ ഒരു മതപണ്ഡിതൻ, അദ്ദേഹം ഒരു ക്രിസ്ത്യൻ മതവിഭാഗത്തിൽപ്പെട്ട നിമിഷപ്രിയ എന്ന് പറയുന്ന സഹോദരിക്ക് വേണ്ടി, ആ സഹോദരിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി, വധശിക്ഷ റദ്ദാക്കാൻ വേണ്ടി ഇടപെടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ആ സമയത്ത് കാന്തപുരം ഉസ്താദിൻ്റെ ഇടപെടൽ ഉണ്ടായിരുന്നില്ല എങ്കിൽ ഒരുപക്ഷെ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലായേനെ. ഈ മെയ് മാസത്തിൽ തന്നെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അബ്ദുറഹീം നാട്ടിലേക്ക് എത്തുമെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് മനുഷ്യരിൽ മതവും ജാതിയും ഒന്നും കാണാതെ മനുഷ്യരെ മനുഷ്യരായി കാണാൻ ശ്രമിക്കുക. നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ ആ ഒരു മാനവികതയും മതസൗഹാർദ്ദവും പലപ്പോഴും ഇത്തരം ആളുകളെ, ഈ വർഗീയ മനസ്സോടുകൂടി ചിന്തിക്കുന്ന ആളുകളെ പലപ്പോഴായിട്ടും അലോസരപ്പെടുത്താറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും കേരളത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇല്ലാത്ത കഥയൊക്കെ ഉണ്ടാക്കി ദി കേരള സ്റ്റോറി എന്നുള്ള പേരിലൊക്കെ സിനിമകളൊക്കെ ഇത്തരം ആളുകളൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, നിങ്ങൾ എത്ര തന്നെ ഇല്ലാ കഥകൾ ഉണ്ടാക്കി പ്രചരിപ്പിച്ച് കേരളത്തിൻ്റെ ആ ഒരു മാനവികതയും മതസൗഹാർദ്ദത്തെയും തകർക്കാൻ ശ്രമിച്ചാലും നല്ലവരായ മനുഷ്യ സമൂഹം ജാതിയും മതവും നോക്കാതെ മനുഷ്യരെ വേർതിരിച്ച് കാണാത്ത നല്ലവരായ മനുഷ്യർ നമ്മുടെ കേരളത്തിലുള്ള കാലത്തോളം ഈ സൗഹാർദ്ദവും സ്നേഹവും നമ്മുടെ നാട്ടിൽ എന്നും നിലനിൽക്കുക തന്നെ ചെയ്യും. അതിൽ യാതൊരുവിധ സംശയവുമില്ല.